Good morning. I am Manoj Patekar, age of 62. Age is number for me because my attitude is always health only. Health. എൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ അച്ചടക്കത്തിലും ജീവിക്കുക എന്നുള്ളതാണ്. പൈസ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആരോഗ്യം ഉണ്ടായാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ഏതൊരാൾക്കും അതെ. അപ്പോൾ നമ്മൾ സിനിമ ഇൻഡസ്ട്രി എടുത്തോ, ഈവൻ പൊളിറ്റിക്സ് എടുത്തോ, ഏത് ഇൻഡസ്ട്രി ബിസിനസ് എടുത്തോ, നമ്മൾ ആരോഗ്യം ജുൻജുൻവാല 40,000 കോടിയുള്ളപ്പോഴാണ് ഷുഗർ വന്ന് മരിച്ചു പോയത്. അതേമാതിരി സ്റ്റീവോ നമ്മുടെ ആപ്പിൾ ഫോൺ കണ്ടുപിടിച്ച ആൾ മരിച്ചു പോയത് ചെറിയ വയസ്സിലാണ്. അപ്പോൾ അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. സ്റ്റീവോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ ജീവിക്കാൻ ശ്രമിക്കാതെ പൈസയുടെ പിന്നാലെ ഓടി പൈസ ഉണ്ടായപ്പോൾ ജീവിക്കാൻ പറ്റാണ്ടായി എന്നുള്ള ഒരു മനോദുഃഖത്തിലാണ് മരണക്കിടക്ക് കയറുന്നത് ആൾ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത്. അപ്പോൾ നമ്മുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. നമ്മൾ ഹെൽത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ആരോഗ്യ സംസ്കാരത്തിലും ആരോഗ്യ അച്ചടക്കത്തിലും എക്സസൈസ് ചെയ്ത് പ്രോപ്പർ ഡയറ്റ് ചെയ്ത് സ്ലീപ്പൊക്കെ ചെയ്ത് എല്ലാവരോടും ഇൻവോൾവ് ചെയ്ത് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നാവും. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന, എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ചാരിറ്റി പ്ലസ് ഗിഫ്റ്റുകൾ കൊടുക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക, പൈസയായിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടോ, അല്ലെങ്കിൽ ഈവൻ ചാരിറ്റികൾ, വലിയ ചാരിറ്റികളല്ല, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങളൊരു സാധാരണക്കാരൻ 50 രൂപ കൊടുത്താലും, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കുക. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ചിലവാക്കല്ല. ഇത് ആരും അറിയൊന്നും വേണ്ട, ഞാൻ ചെയ്യുന്ന ആരും അറിയാറില്ല, ആരോടും പറയാറില്ല. പക്ഷെ നിങ്ങളെ ഇൻസ്പയർ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന മേഖലയാണ് ചാരിറ്റി. അതിൽ മേലൊരു സന്തോഷമില്ല. ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഞാൻ ഹെൽത്ത് മേക്കിംഗ് ആണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡറി ഞാൻ സന്തോഷിക്കുന്നത് കൊടുക്കുന്നതിൽ ആനന്ദം കാണുന്ന ഏത് ജാതിയും മതവും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ജാതിയും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. ആർക്ക് വേണം, ആരാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൈവാധീനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഒരു ബുദ്ധിമുട്ടിലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ. 1 മാസം പരീക്ഷിച്ചിട്ട് അതിന് റിസൾട്ട് കാണില്ല, നിങ്ങൾ നിർത്തിക്കോ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സഹായം 1,00,000 രൂപ വേണമെന്ന് അതിലേക്ക് 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ചാരിറ്റി. അല്ലാണ്ട് 1,00,000 രൂപ കൊടുത്ത് ഞാൻ 1,00,000 രൂപ കൊടുത്തു നെഞ്ഞി വിരിച്ച് പറയാനല്ല. നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണനും തന്നാല എന്ന് പറഞ്ഞ മാതിരി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ പൈസയായിട്ടും സഹായമായിട്ടും അല്ലെങ്കിൽ വാക്കുകളാലും അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടും കൊടുക്കുന്ന അത് നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്.